ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ചെമ്മീൻ കൊണ്ടുള്ള ഒരു കിഴിയാണ് ഉണ്ടാക്കുന്നത്. ചെമ്മീൻ കിഴി വളരെ ഈസിയായി ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ചെമ്മീൻ കിഴി. ഇതിന് വേറെ തന്നെ നല്ലൊരു സ്വാദാണ്. ആ ഇലയുടെ സ്വാദും ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ടുള്ളതും ഉള്ളിയും എല്ലാം കൂടി ആകുമ്പോൾ ഇതിന് വേറെ തന്നെ ഒരു സ്വാദാണ്. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ചെമ്മീൻ കിഴി ഉണ്ടാക്കുന്നതിന് ചെമ്മീനെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾ പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായി കുഴച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. മസാല നന്നായി ചെമ്മീനിൽ നന്നായി പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനി ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ ഓയിൽ ഒഴിച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചെമ്മീൻ എപ്പോഴും ഒരുപാട് കൂടുതൽ നേരം ഫ്രൈ ചെയ്തെടുക്കാൻ പാടില്ല. വളരെ കുറച്ച് ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് അങ്ങനെയേ ഫ്രൈ ചെയ്യാൻ പാടില്ല. കൂടുതൽ ഫ്രൈ ചെയ്യുമ്പോൾ ചെമ്മീൻ എപ്പോഴും ഉറപ്പായിട്ട് വരും. അതുകൊണ്ട് വളരെ കുറച്ച് നേരം ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പാടുള്ളൂ. ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ചെമ്മീന് വേണ്ടുന്ന ഒരു മസാല ഉണ്ടാക്കാം. അതിന് ആദ്യം തന്നെ കുറച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. തക്കാളി എടുത്തിട്ടുണ്ട്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം. ഇതൊന്ന് ചതച്ചെടുക്കാം. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞതിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉള്ളി നന്നായി വഴറ്റി വരുന്നുണ്ട്. അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പെരിഞ്ചീരകം ചേർത്ത് നന്നായി വഴറ്റാം. ഇതിലേക്ക് മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. മിക്സി കഴുകിയിട്ടില്ല, കുറച്ച് വെള്ളം ഇതിൽ ഒഴിക്കാം. കരിവേപ്പില ചേർക്കാം. 2-3 ചെമ്മീൻ ഫ്രൈ ചെയ്തത് ഇതിൽ ചേർക്കാം. കൂടുതൽ ചേർക്കണ്ട, ഇത് കിഴിയാണല്ലോ. അത് കാരണം 2-3 മാത്രം. അപ്പോൾ അതിൻ്റെ സ്വാദ് ഈ മസാലയിൽ അങ്ങ് ഇറക്കും. മസാല നന്നായി വറ്റിയിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇടാം. കുറച്ച് നാരങ്ങ നീര് ഒഴിക്കാം. ഇതിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മസാല മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കിഴി എങ്ങനെയാണെന്ന് ഇലയെടുത്ത് അത് നന്നായി ഒന്ന് തീയിൽ ചൂടാക്കിയതിന് ശേഷം അതിൽ മസാല വെക്കാം. ഇലയൊന്ന് ഗ്യാസിലൊന്ന് വെറുതെ ഒന്നിങ്ങനെ ചൂടാക്കിയിട്ടെടുക്കാം. എല്ലാ ഭാഗവും ചെമ്മീൻ കിഴി ഇലയിൽ സെറ്റ് ചെയ്യുക. ആദ്യം മസാല ഇടാം. കുറച്ച് മസാല ഇടാം. ഇതിൻ്റെ മുകളിൽ ചെമ്മീൻ വെക്കാം. സവാള ഇങ്ങനെ ഇതാക്കിയിട്ട് വെക്കാം. ഇനി വീണ്ടും മസാല ഇതിൻ്റെ മുകളിൽ വെക്കാം. ഇതിൻ്റെ മുകളിൽ സവാളയും നാരങ്ങയും വെക്കാം. ഇതിനി നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. വാഴയുടെ നാര് കൊണ്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യാം.
കുറച്ച് ഓയിൽ ഒഴിക്കാം. ഇത് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെമ്മീൻ കിഴി വെക്കാം. നന്നായിട്ടൊരു മൂടി കൊണ്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം. ചെമ്മീൻ കിഴി ആയിട്ടുണ്ട്. ഇതിന് സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ചെറിയ തീയിൽ 20 മിനിറ്റ് അടച്ചു വെക്കണം. ചെറിയ തീയിൽ, കൂടുതൽ തീയായി കത്തിക്കാൻ പാടില്ല. ശരിക്കും ഇതിൻ്റെ അകത്ത് ആവി വരുന്ന വരപ്പോൾ ചെറിയ തീയിൽ സ്റ്റീം ഇതുപോലെ ചെയ്തെടുക്കാം. ഇതിനി ഓപ്പൺ ചെയ്യാം. ചെമ്മീൻ കിഴി നന്നായിട്ട് ഒരു ചെമ്മീൻ കിഴിയാണ്. അത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടക്കും എന്തിനു വേണ്ടെങ്കിലും ഇത് കഴിക്കാൻ ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നല്ല ചൂടാക്കിയിട്ടില്ല ആ ഒരു ടേസ്റ്റും ഈ നല്ല ചൂടിലെ ഇലയുടെ ആ ഒരു സ്മെല്ലും കൂടിയിട്ടില്ല നല്ല ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കിഴിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.